ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 21:22, യോഹന്നാന്റെ സുവിശേഷം 9:31 ഒക്കെ പലതരത്തിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മൾ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് ഒന്നാമതായിട്ടുള്ള നമ്മൾ എടുത്തിരിക്കുന്നത്. യാക്കോബ് 5:17-18 പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. അപ്പോൾ 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണത്. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പം ദൈവത്തിന് മനസ്സലിവുണ്ടായി. ജനങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും ദുരിതവും എല്ലാം കണ്ട് ദൈവത്തിന് മനസ്സലിഞ്ഞു. ദൈവം മനസ്സലിഞ്ഞിട്ട് ഏലിയാവിനോട് പറഞ്ഞു, നീ വീണ്ടും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏലിയാവ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം തുറന്നു, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെ 2, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. എബ്രായർ 11:6 പ്രകാരം കാണുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് തീർത്ത് പറയുകയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രമേ ദൈവസന്നിധിയിൽ ഇരിക്കാവൂ. അവൻ്റെ സന്നിധിയിൽ ചെല്ലുന്നവർക്ക്, അവൻ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം അവൻ കൊടുക്കും. അത് നമ്മൾ വിശ്വസിക്കണം. കണ്ടിട്ടല്ല, നമ്മൾ കാണാതെ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് പ്രതിഫലം കിട്ടും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും എന്ന് നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്താലാണ് നോഹ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് അറിഞ്ഞപ്പോൾ വിശ്വാസത്തിലാണ് അതറിയുന്നത്, അല്ല കണ്ടിട്ടല്ല, കേട്ടിട്ടല്ല, ഒന്നുമല്ല. വെള്ളപ്പൊക്കം വരുന്നുണ്ട്, നോഹ നിന്റെ കുടുംബത്തിനും നിന്റെ ജീവജാലങ്ങൾക്കും വേണ്ടി ഒരു പെട്ടകം തീർത്തോളാൻ കർത്താവ് പറഞ്ഞു. അപ്പം നോഹ വിശ്വാസത്തിൽ അത് ചെയ്തു. പിന്നെ വിശ്വാസത്താലെ തനിക്ക് അവകാശമായിട്ട് കിട്ടാനിരുന്ന സ്ഥലം ഏതാണെന്ന് അറിയാതെ ദൈവത്തെ അനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിത്തിരിച്ചു. അബ്രഹാം ഏത് സ്ഥലമാ എന്നൊന്നും അറിയുന്നില്ല. വിശ്വാസത്താൽ തനിക്ക് അവകാശമായിട്ട് സ്ഥലം കിട്ടും എന്നുള്ള ആ വിശ്വാസത്തിൽ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. പ്രാർത്ഥനയോടുകൂടി അങ്ങ് ഇറങ്ങിത്തിരിച്ചു. ഇങ്ങനെ പലരുടെയും കഥ നമുക്ക് എബ്രായർ 11 പറയുന്നുണ്ട്. വിശ്വാസത്താൽ കിട്ടിയ കഥ. സാറായ്ക്ക് വിശ്വാസത്താൽ പുത്രനെ ലഭിച്ചു. അബ്രഹാം വിശ്വാസത്താൽ ഇസാക്കിനെ യാഗം കഴിക്കാൻ പോയി. ഇങ്ങനെ പലരുടെയും കഥ ആ എബ്രായർ 11 വായിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ പാപമില്ലാത്തവരല്ല. നമ്മുടെ ചെറിയ കാര്യങ്ങളായാൽ പോലും വലിയ കാര്യമായാൽ പോലും നമ്മളിൽ പാപമുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, എനിക്കൊരു പാപമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നമുക്ക് പാപങ്ങളുണ്ട്. പാപങ്ങളെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ
ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. എൻ്റെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ ഒക്കെ പാപങ്ങൾ വരുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ നമ്മൾ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കണം. പിന്നെ നന്ദിയും സ്തോത്രവും കരയറ്റി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നന്ദിയും സ്തോത്രവും നമ്മൾ കരയറ്റണം. ദൈവം തരുന്ന നന്മകൾക്ക് ഓരോ ദിവസവും സ്തുതിയും സ്തോത്രവും നമ്മൾ കരയറ്റിയിരിക്കണം. ഓരോ ദിവസവും സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതൊന്നും എൻ്റെ മിടുക്കും സാമർഥ്യവും കൊണ്ട് ഒന്നും കിട്ടിയതല്ല കർത്താവെ, നിന്റെ കരുണ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സന്ധ്യാസമയം കാണാൻ എനിക്ക് പറ്റിയത് എന്നുള്ളത് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് സ്തുതിയും സ്തോത്രവും കരയറ്റണം. നമ്മളെക്കാട്ടി മിടുക്കന്മാരും ശക്തന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ സമയത്ത് ഈ സന്ധ്യാസമയം എനിക്ക് കാണാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഈ പകൽക്കാലം എനിക്ക് കാണാൻ പറ്റിയല്ലോ, അത് നിന്റെ കരുണയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നന്ദി സ്തോത്രവും കരയറ്റി പ്രാർത്ഥിക്കണം. 5, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18:11 പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പരീശൻ പറഞ്ഞു, ദൈവമേ, പിടിച്ചുപറിക്കാര്, വ്യഭിചാരികള്, നീതികെട്ടവര്, ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, പ്രധാനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ താഴ്ത്താതെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരീശൻ പ്രാർത്ഥിച്ചു. എന്നാൽ ആ ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദൂരത്ത് നിന്നുകൊണ്ട്, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് തന്നെത്താൻ താഴ്ത്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവൻ അപ്പോൾ സമാധാനമുള്ളവനായിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മളുടെ അഹങ്കാര സ്വഭാവങ്ങളൊക്കെ മാറ്റി ദൈവസന്നിധിയിൽ നമ്മൾ താഴണം. നമ്മുടെ മിടുക്കൊണ്ടല്ല നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് എന്നുള്ള, നമ്മുടെ പണത്തിൻ്റെ മിടുക്കല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മിടുക്കല്ല, ഇതൊന്നും അല്ല കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തി ദൈവസന്നിധിയിൽ ചെല്ലണം. അപ്പം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ 6, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങളല്ല നമ്മൾ ആദ്യം പറയേണ്ടത്. നമ്മുടെ അറിവിൽപ്പെട്ടവര്, രോഗികള്, നമ്മളോട് പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടുള്ളവര്, ഇങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കണ്ണു മുമ്പിൽ, നമ്മുടെ ഓർമ്മയിൽ ഒക്കെ വരുന്നുണ്ട്. നമ്മളോട് പലരും പ്രാർത്ഥിപ്പാൻ പറയും. രോഗികളെ നമ്മൾ കാണും, ഭിക്ഷക്കാരെ കാണുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരെ കാണുന്നുണ്ട്. ഇങ്ങനെ പലരെയും നമ്മുടെ കൺമുമ്പിൽ ദിവസവും ദൈവം ഇങ്ങനെ ഓരോരുത്തരെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനെ പല വിധത്തിലുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. നമ്മുടെ കാര്യങ്ങൾ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം തമ്പുരാൻ തന്നെ മനസ്സിലാക്കും. ദൈവം അപ്പം നമുക്ക് സാധിച്ചു തരും. 7, പ്രത്യാശയോടെ കർത്താവിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യെരിഹോവിൽ കൂടെ കർത്താവ് നടന്നു പോകുന്ന സമയത്ത് ഒരു കുരുടൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. അവന് കണ്ണ് കാണത്തില്ല. പുരുഷാരം നടന്നു പോകുന്ന ബഹളം കേട്ടിട്ട് ഇതെന്താണെന്ന് കുരുടൻ ആളുകളോട് ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ കുരുടൻ എന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ടിട്ട് ജനം കുരുടനെ വഴക്ക് പറഞ്ഞു, മിണ്ടാതിരിക്കെ, യേശു കടന്നു പോകട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് കേൾക്കാത്തവണ്ണം കുരുടൻ വീണ്ടും ഉറക്കെ നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. അപ്പൊ യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് യേശു പുരുഷാരത്തോട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുവേ,
എനിക്ക് കാഴ്ച കിട്ടണം, അത്രേ അവൻ പറയുന്നുള്ളൂ. അല്ലാതെ അവനൊന്നും വേണ്ട, അവന് കാഴ്ച കിട്ടിയാൽ മതി. യേശു അവൻ്റെ വിശ്വാസം കണ്ടിട്ട്, നിന്റെ വിശ്വാസം നിനക്ക് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, എഴുന്നേറ്റു, ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ കൂടെ, അവരുടെ കൂടെ അനുഗമിച്ചു. അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു അപ്പച്ചനുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ അപ്പച്ചനുണ്ടെന്നിരിക്കട്ടെ, ഉണ്ട് അമ്മണ്ടേ. അപ്പോൾ അപ്പച്ചൻ എന്നും കടയിൽ പോകും, നമ്മുടെ വീട്ടിൽ കൊച്ചുമക്കളുണ്ട്. അപ്പോൾ ഈ കൊച്ചുമക്കൾക്ക് അറിയാം ഈ അപ്പച്ചൻ ഇന്ന സമയത്ത് കടയിൽ പോകും എന്നുള്ളത് ഈ കൊച്ചുമക്കൾക്ക് അറിയാം. അപ്പോൾ കൊച്ചുമക്കൾ അപ്പച്ചൻ ഇറങ്ങുന്ന സമയം നോക്കി കാത്തിരിക്കും. കൊച്ചുമക്കൾ കാത്തിരുന്ന് അപ്പച്ചൻ ഇറങ്ങുന്ന സമയമാകുന്നോടനെ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലും. അപ്പച്ച എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ അമ്മമാർ മക്കളെ വിലക്കും. അപ്പച്ചൻ പോകുന്നോടനെ അങ്ങനെ പറയാതെ എടുക്കാതെ അപ്പച്ചൻ വാങ്ങിച്ചു തരത്തില്ലയോ, അല്ലെങ്കിൽ അപ്പച്ചൻ പോകുമ്പോൾ പുറകെ വിളിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ വിലക്കുന്നുണ്ടെങ്കിൽ ഈ പിള്ളേർ കരയുന്നുണ്ട്. ഈ അപ്പച്ചന് ഈ കൊച്ചുമകൻ്റെ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകാൻ അപ്പച്ചന് പറ്റത്തില്ല. അപ്പച്ചൻ അവിടെ നിൽക്കും. അവിടെ നിന്ന് കുഞ്ഞിനെ വിളിച്ച്, മോളെ നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ച് അവൻ്റെ ആവശ്യവും ലിസ്റ്റും എല്ലാം അപ്പച്ചൻ കൈ വാങ്ങിച്ച് അവനെ സമാധാനപ്പെടുത്തിയിട്ട് അപ്പച്ചൻ പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഒരു പിതാവ് ഇത്രമാത്രം നമ്മുടെ കണ്ണുനീര് കണ്ട്, കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകത്തില്ല എങ്കിൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമുക്ക് വേണ്ടി പിതാവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കണ്ണുനീരിനെ മറികടന്ന് നമ്മുടെ കർത്താവ് പോകത്തില്ല. ഏത് വിഷയത്തിൻ്റെ പുറത്താണേലും, ഏത് പ്രയാസമുള്ള വിഷയത്തിൻ്റെ പുറത്താണേലും നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. സ്വർഗം ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കണ്ണുനീര് കണ്ടാവും മറികടന്ന് പോകുന്ന ഒരു യഹോവയല്ല നമുക്കുള്ളത്. മകളെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു യഹോവയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കാത്തിരുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രക്തസ്രാവക്കാരിയുടെ മത്തായിയുടെ സുവിശേഷം 9:20 രക്തസ്രാവക്കാരിയെ കുറിച്ച് പറയുന്നുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് കരുതി 12 വർഷം കൊണ്ട് ആ സ്ത്രീ കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും യേശു ഒന്ന് പോകുമ്പോൾ എനിക്കൊന്ന്, രക്തസ്രാവം എന്ന് പറയുന്ന രോഗം ഉള്ളത് കൊണ്ട് അവളെ ഇങ്ങനെ ആളുകളുടെ കൂട്ടത്തിലൊന്നും വരത്തില്ല, കയറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അവളെന്നാലും അവൾ കാത്തിരിക്കും, യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരുന്നു യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി. ഒരു ദിവസം യേശു അതുവഴി കടന്നു പോയപ്പം അവൾ പേടിച്ചിട്ട് പതുക്കെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. യേശു അത് ഉടനെ തിരിച്ചറിഞ്ഞു. ആ ജനസമൂഹത്തിനിടയിൽ കൂടെ പോകുമ്പോൾ യേശുവിനെ പലരും തൊടുന്നുണ്ട്, തിക്കിത്തിരക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ രക്തസ്രാവക്കാരിയെ സ്ത്രീ തൊട്ടത് യേശു പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ യേശു തിരിഞ്ഞു. എന്നെ തൊട്ടത് ആരാണെന്ന് യേശു ചോദിച്ചു. അപ്പോൾ അവൾ പേടിച്ചിട്ട് യേശു തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു, മകളെ ധൈര്യപ്പെടുക, നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകനെ എന്ന് വിളിച്ച് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. പക്ഷെ നമ്മൾ കാത്തിരിക്കണം. അല്ല വെറുതെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഓരോ ദിവസവും നമ്മൾ മുട്ടുകുത്തുമ്പോൾ എൻ്റെ കർത്താവ് വരും, എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കും, എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും, എനിക്ക് രോഗസൗഖ്യം തരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എൻ്റെ ദൈവം ക്രമീകരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാത്തിരുന്ന് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. മുട്ടിപ്പായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം.
ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും, നമ്മുടെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. പിന്നെ 8, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18 ഒരു ന്യായാധിപന്റെ കഥ പറയുന്നുണ്ട്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ന്യായാധിപന്റെ അടുത്ത് ആ വിധവ വന്ന് പറഞ്ഞു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് ആ ന്യായാധിപനോട് ആ വിധവ വന്ന് പറയുകയാണ്. ആദ്യം ഒന്നും ന്യായാധിപന് മനസ്സലിഞ്ഞില്ല. ഭയങ്കര ഒരു വലിയ മനുഷ്യനാണ്, അതുകൊണ്ട് മനസ്സലിഞ്ഞില്ല. ന്യായാധിപൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യന് ശങ്കയുമില്ല എന്ന് പറഞ്ഞു. എന്നാലും അത് കേട്ടാലും മടുത്തു പോകാതെ ഈ സ്ത്രീ അവനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിവസവും വന്ന് പറയും, എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ ന്യായാധിപൻ്റെ അടുത്ത് ദിവസവും വന്ന് അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ ആ ന്യായാധിപൻ്റെ ഉള്ളിൽ അവളെ രക്ഷിക്കണം എന്നൊരു ചിന്ത വന്നു. അടുത്തു പോകാതെ അവൾ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ രക്ഷിക്കണമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ മടുത്തു പോകാതെ ദൈവസന്നിധി നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ദൈവം തള്ളിക്കളയത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചു അങ്ങ് വിട്ടു, അങ്ങനെ പോകരുത്. നമ്മൾ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ചിലപ്പോൾ 1 വർഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. എന്നാലും നമ്മൾ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. അന്നേരം ദൈവം അതിൻ്റെ മറുപടി നമുക്ക് തീർച്ചയായിട്ടും തരും. പിന്നെ ഒരു പ്രത്യേക അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം, നമ്മൾ അഡ്രസ്സ് വെച്ച് പ്രാർത്ഥിക്കണം. അഡ്രസ്സ് ഇല്ലാത്ത ഒരു ലെറ്റർ യഥാർത്ഥ സ്ഥാനത്ത് ഒരിക്കലും എത്തത്തില്ല. അത് കറങ്ങി അവിടെ കിടക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ അത് വന്നിടത്ത് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് അഡ്രസ്സ് വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അവസാനം പ്രാർത്ഥന നിർത്തുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ എന്ന് പറയണം. ഒരു അഡ്രസ്സ് വേണം പ്രാർത്ഥനയ്ക്ക്. ഇപ്പം നമ്മൾ 8 തരം പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. 8 1, നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന. 2, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. 3, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. 4, നന്ദിയും സ്തോത്രവും കരയറ്റി പ്രാർത്ഥിക്കണം. 5, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. 6, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 7, പ്രത്യാശയോടുകൂടി കർത്താവിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 8, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മൾ 8 തരം പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഓർക്കല്ലേ. കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുനീരോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നന്ദിയും സ്തോത്രവും കരയറ്റ്. ഇതൊന്നും ഞങ്ങളുടെ മിടുക്കല്ല, സാമർഥ്യമല്ല. ഞങ്ങൾ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത് നിന്റെ കരുണ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദിയും സ്തോത്രവും കരയറ്റി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം വന്നു പോകുന്ന കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ.